ഹേ പശു, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ നമുക്ക് പോകേണ്ട വഴി? ആ, ലെഫ്റ്റ് ആണല്ലോ. ഓക്കെ. ഞാൻ വണ്ടി എടുത്തന്നെ ഫസ്റ്റ് റൈഡാ. അത് നൈസായിരുന്നു. വണ്ടി ഒത്തിരി ഓടിച്ച് ആളെല്ലാവർക്കും പാർട്ടി. അങ്ങനെ രാത്രി അട്ടപ്പാടി എത്തിയ ശേഷമുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ട് വിടുവാണ്. ഹലോ ഗൈസ്, അപ്പോൾ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നല്ല കിളികളെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ പുറത്ത് പോയപ്പോൾ നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു നല്ല ചായയൊക്കെ ഇട്ടൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇതാണ് അപ്പം നമ്മൾ ഇന്നലെ താമസിച്ച റൂം അത്യാവശ്യം നല്ല റൂമായിരുന്നു, നല്ല സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു രാവിലെ തന്നെ എന്നെ എഴുന്നേൽപ്പിച്ച ആളെ ഞാൻ കണ്ടത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഇന്നത്തെ റൈഡിന് വേണ്ടി റെഡിയാൻ നോക്കുന്നുണ്ട്. ഇതാണ് അപ്പം നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓഫ് റോഡാണ്. മെയിനായിട്ട് നമ്മളിനി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അട്ടപ്പാടിയിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നലെ ഇറങ്ങിയ പോലെയല്ല, ഞങ്ങൾ ഇന്ന് കുറച്ചുകൂടെ നേരത്തെയാണ് ഇറങ്ങിയത്. കാരണം നമ്മൾക്ക് ഇന്ന് തിരിച്ച് വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഒരു സ്ഥലത്ത് നമ്മൾ കയറി നമ്മളെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് വിട്ടു. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പായിരുന്നു. ആദ്യത്തെ പാർട്ടിൽ അപ്പോൾ കൊച്ചിയിൽ നിന്ന് അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ രണ്ടാമത്തെ പാർട്ടിൽ വാൽപ്പാറയിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും പോയി കാണുക. അതിനുശേഷം നമ്മളിപ്പോൾ അട്ടപ്പാടിയിലെത്തി. ഇനി അട്ടപ്പാടിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമ്മൾ ആദ്യം പോകുന്നത് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വഴി ചോദിക്കണം. നമ്മൾ കറക്റ്റ് വഴി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ ചോദിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എവിടെയാണ് ഓഫ് റോഡുള്ള സ്ഥലം എന്ന്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. എന്തായാലും എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് പോവുകയാണ്. ഈ ഏരിയയിലുണ്ട് നമുക്കറിയാം, പക്ഷെ എക്സാക്റ്റ് നമുക്കറിയില്ല. അപ്പോൾ ഓരോ സ്ഥലം നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൊക്കേഷൻ ഉണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ റൂട്ട് അവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച ഓഫ് റോഡ് സ്ഥലം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതെന്താ കോയമ്പത്തൂരെണ്ണ കാട്ടുന്നൊക്കെ കയറിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് അടുത്ത ലൊക്കേഷൻ നോക്കണം. അപ്പം നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ട ഒരു പാലത്തിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു വഴി. അപ്പോൾ അവിടെയാണ് എല്ലാവരും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം. എന്തെങ്കിലും കാര്യമില്ലാതെ ഇറങ്ങില്ലല്ലോ, എല്ലാവരും നിർത്തിയിട്ടിരിക്കണമല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്കുള്ള വഴിയില്ല. അതെ, അപ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം. പുഴയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ല.
ഇപ്പോൾ പുഴേൻ്റെ സൈഡിൽ അപ്പോൾ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നത്. ഓൾറെഡി ഇവിടെ ലോക്കലായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോകാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അവസാനം നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യം നടന്നു. നമുക്ക് ആ ഓഫ് റോഡ് ലൊക്കേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ്. പരകംപാടി എന്ന് പറഞ്ഞൊരു പ്ലേസാണിത്. അപ്പോൾ ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഈ പുഴ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫ് റോഡ് ലൊക്കേഷനായി. ഇതുവരെ ഇപ്പോൾ ഓഫ് റോഡൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി കഴിഞ്ഞാലേ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ മുതൽ കുറച്ചുകൂടെ ഹാർഡാവാൻ തുടങ്ങി കയറ്റവും കാര്യങ്ങളൊക്കെ. അതുപോലെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ മാക്സിമം പില്ലൺ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പില്ലൺ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു.
ഞാനപ്പോൾ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പില്യൺ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടഫായിരിക്കും. ഇതേപോലെ സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മളെ വണ്ടി വീണു വരാം. അപ്പോൾ പില്യൺ ഇല്ലാതെ പോകുന്നതാണ് കുറച്ചുകൂടി ഈസി. ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ ഓഫ് റോഡ് ലൊക്കേഷൻ്റെ എൻഡിലെത്തി. അപ്പോൾ ഇനി ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അതിന് റെഡി ആയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ബൈക്ക് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ സ്ഥലം. അപ്പോൾ എല്ലാവരും റെഡി ആവുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് പോയി നോക്കാം.
അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നേരെ തിരിച്ചു വിടാമെന്ന് പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പില്ലിയൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടി വീണു വരാം, വെയിറ്റ് ഉള്ളതുകൊണ്ട്. ഓൾറെഡി ഈ വണ്ടി കുറച്ച് വെയിറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ പില്ലിയൻ കൂടെ വരുമ്പോൾ കുറച്ചൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ അത്യാവശ്യം കയറ്റം കയറിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്ലിപ്പാവുന്ന കാര്യം. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി. അപ്പം കുറച്ചുകൂടി കെയർഫുള്ളായിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് പോകുന്നത്. பொறுமையாக இறங்கியா இறங்குது. பொறுமையாக இறங்கினா இழுத்து விடாது. இல்லை உங்களுக்கு அந்த பாபிள் இருக்காது. அதுதான் சொன்னேன். எங்கே பார்த்தவங்க പോയി മുന്നോട്ട് പോയിട്ടാங்களா? അപ്പോൾ നമ്മൾ അണ്ണൻ പറഞ്ഞത് കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ഇറങ്ങാനാണ് പറഞ്ഞത്. കാരണം എന്തായാലും ഇപ്പം ഓൾറെഡി നമ്മൾ സ്ലിപ്പായല്ലോ. അപ്പോൾ ഇനിയിപ്പം അങ്ങോട്ട് വലിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ സ്ഥലം. ഇനിയിപ്പോൾ അത്യാവശ്യം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഗ്ലൗ ഇല്ല. ഗ്ലൗ இருக்கு. ஆனால் போட்டு கண்ட்ரோல் வராது. ஓ அவ்வளோ ஹோன் அடிச்சுட்டு வர காது கேட்கறது இல்லையா? இவ்வளோ ஸ்பீடாக வர்றீங்க. നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് സ്പീഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോൺ അടിച്ചത് കേട്ടില്ല എന്നായിരുന്നു അണ്ണൻ പറഞ്ഞത്. അങ്ങനെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ പ്ലാൻ ഇട്ടു. നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊന്ന് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ടുള്ള വഴി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഒരു മല കാണാം. അപ്പോൾ ആ മലേൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോകുന്നത്. അതുപോലെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ പേരാണ് ഭവാനി റിവർ ബ്രിഡ്ജ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വഴി നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഇത് നേരത്തെ കണ്ട ഏരിയ പോലെയല്ല, ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വഴി പറഞ്ഞു തരാൻ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റാണോ റൈറ്റാണോ അറിയില്ല. ലെഫ്റ്റാണ് നമ്മൾ ആ മലയുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പം ലെഫ്റ്റിലോട്ട് പോകുമെന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചത്. അതിനുശേഷം നമ്മൾക്കിപ്പോൾ കറക്റ്റ് വഴി അറിയാത്തതുകൊണ്ട് നമ്മളൊരു പശുവിനെ കൊണ്ടുപോകണം. പശുവിനോട് വഴി ചോദിക്കാമെന്ന് വിചാരിച്ചു. പശുവിനോട് വഴി ചോദിച്ചപ്പോൾ പശു ലെഫ്റ്റാണ് ലൊക്കേഷൻ കാണിച്ചതുണ്ട്. അതുവഴി നമ്മളിപ്പോൾ അപ്പോൾ മലയുടെ ലുക്ക് വെച്ചിട്ട് അങ്ങോട്ടേക്ക് വിട്ടതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വഴിയല്ല ഇത്. അപ്പോൾ നമ്മൾക്കിനി തിരിച്ചൊന്നുകൂടെ പോകണം.
ഇതൊക്കെ ഏത് വഴിയാണെന്ന് പോലും നമുക്കറിയില്ല. ചില യാത്രകൾ അങ്ങനെയാണ്, നമുക്ക് വഴിയും കാര്യങ്ങളും നമുക്കറിയില്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു രസമുള്ള കാര്യങ്ങളല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്കൂൾ ബസ്സൊക്കെ കണ്ടു. അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഹാപ്പിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും വഴിതെറ്റി ഒരു വീട്ടിൻ്റെ മുറ്റത്തെത്തി. അപ്പോൾ അതുവഴി റോഡില്ലാന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നേരെ റൈറ്റ് തിരിച്ചു. അങ്ങനെ ഏകദേശം ആ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. ഇതന്നെയാണ് ആ സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം നമുക്ക് ആ നേരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, താഴെ ഉണ്ടായ ആൾക്കാരും ഈ സ്ഥലം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമുക്ക് നോക്കാം. റൈറ്റിലോട്ട് ഇപ്പോൾ ഒരു വഴി കാണുന്നുണ്ട്. ഇനി അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച വഴി അറിയില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മുന്നോട്ടാണ് പോയിട്ടുള്ളത്. അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ലുക്കും എന്താ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഈ സ്ഥലം കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ. അങ്ങനെ ഈ വഴിയും അടഞ്ഞു. അതായത് നമ്മളിപ്പോൾ എത്തിയ ലാസ്റ്റ് ഒരു വീട്ടിൻ്റെ മുറ്റത്തേക്കുള്ള വഴിയിലാണ് എത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മൾ നേരത്തെ കണ്ട വഴിയൊന്ന് നോക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അപ്പം നേരത്തെ കണ്ട വഴിയല്ല അത്. അപ്പോൾ അവസാനം ഞങ്ങൾ ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ലാസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഇത്ര ആൾക്കാരായിരുന്നു നമ്മൾ ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ആൾക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഒരാൾ ഉൾപ്പെട്ടിട്ടില്ല.